നമ്മുടെ വിഷയം ദുഹാ നിസ്കരിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മസ്അലകളാണ്. അള്ളാഹു കാര്യങ്ങൾ ശരിക്ക് അവതരിപ്പിക്കാനും അത് ശരിക്ക് ഗ്രഹിക്കുവാനും എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പുണ്യമുള്ള ഏറെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് ദുഹാ നിസ്കാരം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് വസിയ്യത്തായി പറഞ്ഞ നിസ്കാരമാണത്. 2 സ്വഹാബിമാർ ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ. 3 കാര്യങ്ങൾ എൻ്റെ ഖലീൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയ്യത്തായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നെന്താണ്? ബിസിയാമി സലാസതി അയ്യാമി മിൻ കുല്ലി ഷഹർ. എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. അത് ഏത് ദിവസവും ആകാം. അയ്യാമുൽ ബീദിൻ്റെ ദിവസമാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഒരു മാസത്തിലെ 13, 14, 15 ആണെങ്കിൽ. വറകഅതൈ അദ്ദുഹാ. രണ്ടാമത് നബി കൊടുത്ത വസിയ്യത്ത് അതാണ്. ദുഹാ നിസ്കാരം അത് നിലനിർത്തണം. വഅൻ ഊതിറ ഖബ്ല അൻ അർഖുദ. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കണമെന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് വസിയ്യത്ത് പറഞ്ഞു. അപ്പോൾ ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടാണ്. രണ്ടാമത്തെ ഒരു ഹദീസ് അബൂദർദ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വസിയ്യത്ത് നബി ഒരു സ്വഹാബിക്ക് മാത്രമല്ല കൊടുത്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുണ്ട്, അബൂദർദ റളിയല്ലാഹു അൻഹുവിനും കൊടുത്തിട്ടുണ്ട്. അബൂദർദ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ. 3 കാര്യങ്ങൾ നബി എന്നോട് വസിയ്യത്തായിട്ട് പറഞ്ഞു. ആ ഹദീസിൽ കാണാം, അത് ഞാൻ മരിക്കുന്നത് വരെ ഒഴിവാക്കുകയില്ല, ഒഴിവാക്കിയിട്ടില്ല എന്ന പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെയും പറഞ്ഞത് ഈ 3 കാര്യങ്ങളാണ്. മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കുക, വ സ്വലാത്തി ദുഹാ, ദുഹാ നിസ്കാരം നിർവഹിക്കുക, ബി അല്ല അനാമ ഹത്താ ഊതിറ, വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങാതിരിക്കുക എന്നല്ല. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ദുഹാ നിസ്കാരം എന്നത്.